അടുത്ത നടപടി എന്തായിരിക്കും? ഇത് ആരാണ് ഇതിന്റെ ഒരു വീഴ്ച വരുത്തിയത്? അല്ല, ഇത് ഞങ്ങൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഉണ്ടായെന്ന് നിങ്ങളായിരിക്കും കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടാവുക. ഞങ്ങൾ അത്രയും പോലും കണ്ടിട്ടില്ല. എന്താ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ട. ഞങ്ങൾക്കത് എന്താ അല്ല, ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായ പോലീസിൻ്റെതായ അന്വേഷണങ്ങളുണ്ട്. ഇല്ലില്ല. അല്ല, സാറ് പറഞ്ഞത് ഇതിന്റെ ഫുട്ടേജുകൾ ഉള്ളത് സാറ് കാണണം. സാറ് സ്റ്റേജിൽ ഇരിക്കുന്നത് സാറ് കണ്ടിട്ടില്ല എന്താ നടന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഫുട്ടേജ് നമ്മൾ ആരുടെ കയ്യിലുള്ളത് നോക്കിയിട്ട് ഞങ്ങളെയൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും, ക്യാമറയിലുണ്ടാവും. ഇതിൻ്റെ എൻ്റെ പേര് ജനീഷ് എന്നാണ്. അല്ല, ഞങ്ങൾ ഇവന്റ് മാനേജ്മെന്റിൻ്റെയാണ്. ഓസ്കാർ. സ്റ്റേജിന് നേരത്തെ അനുമതി ഉണ്ടായിരുന്നോ? ഈ സ്റ്റേജ് നേരത്തെ പരിപാടിക്ക് ഇങ്ങനെ ഉയർത്തി കെട്ടാമെന്നുള്ളത് തന്നെയായിരുന്നോ നേരത്തെ അറിയിച്ചത്? അല്ല, ഇവിടെ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മെയിൻ അവിടെ നടക്കുന്നത് ഈ ഗിന്നസ് കിട്ടിയാൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഷോക്കേസ് ചെയ്യാന്നുള്ളതാണല്ലോ. ഇത്രയും പേര് 12,500 പേരും അവരുടെ പേരൻസും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഗിന്നസ് കിട്ടി എന്നുള്ളത് അവർക്ക് കാണാനും അവർക്ക് എല്ലാവർക്കും കൂടി നിന്ന് പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നല്ലോ എല്ലാവരും ആഗ്രഹം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, മീഡിയയ്ക്ക് നമ്മളൊരു പിറ്റ് ഇട്ടിട്ടുണ്ട്. ആ മീഡിയ പിറ്റിലും നമുക്ക് ബേസിക് സൗകര്യമാണ്. അതായത് അവിടെയും കാഷ്വാലിറ്റി ഉണ്ടാവാം. അവിടെ ഇപ്പോൾ എന്താ പറയുക, ബാരിക്കേഡ് മെറ്റൽ ബാരിക്കേഡ് വെച്ചിട്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ ലിമിറ്റേഷനിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കല്ലേ. അവിടെ ഞങ്ങൾ ക്യൂ മാനേജർ വെച്ചിരുന്നില്ലേ, നിഗോഷും ഷമീറും. നിഗോഷ് ആൻഡ് ഷമീർ. അതെ, ഒരാൾ വയനാടുമാണ്, ഒരാൾ ട്രിവാൻഡ്രം കൊച്ചി ബേസ്ഡാണ്. ജനീഷ്. ഇതിന്റെ സംഘാടകനാണ് ഇപ്പോൾ സംസാരിച്ചത്. അതായത് ഇത് നമുക്ക് ഈ സ്റ്റേജ് കാണുമ്പോൾ മനസ്സിലാവും, ഈ നിൽക്കുന്നതാണ് സാധാരണ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ ആഘോഷം? ഇത് സംസാരിക്കുന്നതിന് തൊട്ട് മുൻപും അവിടെ ഈ ഗിന്നസ് ബുക്ക് കിട്ടിയതിന്റെ ആഘോഷവും വലിയ ആരവവും ഒക്കെ കേട്ടല്ലോ. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന്? അതെ, നമുക്ക് അതുകൂടി ചോദിക്കാം. അവർ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങളോട് നേരത്തെ ചോദിച്ചതല്ലോ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു പരിപാടി പാതി വഴിയിൽ നിർത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഗിന്നസ് അവാർഡുകളൊക്കെ നിങ്ങൾ ഈ അപകടം നടന്ന ശേഷമാണ് വിതരണം ചെയ്തത്. അവാർഡ് ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ട ആളുകൾ, ഇതിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും വലിയൊരു അറ്റംപ്റ്റ് നടത്തിയിട്ട് അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സംഘാടകരെല്ലാവരും വേണം. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റേ റെക്കോർഡുകൾ മുഴുവൻ അവർക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും പേര് 12,500 പേരും അവരുടെ പാരൻസും ആഗ്രഹിച്ചത് ഒരു ഗിന്നസ് കിട്ടാനായിരുന്നു. ആ ഗിന്നസ് കിട്ടാൻ നമ്മുടെ ഇതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് ആ സാധനം കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? അല്ല, സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് വലിയൊരു ഗിന്നസ് റെക്കോർഡ് ഉദ്ദേശിച്ച് നടത്തിയ പരിപാടിയാണ്, അതുകൊണ്ടത് പൂർത്തിയാക്കുകയായിരുന്നു. ഇത്രയും ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു, അത് പൂർത്തിയാക്കുക എന്നൊരു വളരെ ലാഘവത്തോടെയുള്ള ഒരു മറുപടിയാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് ഓർഗനൈസറുടെ ഭാഗത്ത് നിന്ന് വന്നത്. നേരത്തെ നമ്മൾ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. അതേ സ്റ്റേജിൽ ഈ MLAക്ക് അപകടം ഉണ്ടാക്കിയ ഒരു നിര കസേര എടുത്തു മാറ്റിയതല്ലാതെ മറ്റൊരു ക്രമീകരണവും ഏർപ്പെടുത്താതെ ഈ പരിപാടി തുടർന്നു. അതേ സ്റ്റേജിൽ ആളുകൾ തുടർന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. മന്ത്രിയും ഹൈബിയുടെ MP-യും ഏതാണ്ട് 20 മിനിറ്റോളം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വന്നപ്പോൾ ഇവിടെ നിന്ന് പരിപാടിയിൽ പാതി വഴിയിൽ നിർത്തി ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷേ ഈ പരിപാടി ഇവിടെ തുടരുകയാണ്. അവർ പറഞ്ഞതുപോലെ ഞങ്ങൾ ആഘോഷം ഒഴിവാക്കി എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷേ അവാർഡുകൾ കൃത്യമായി വിതരണം ചെയ്ത് യാതൊരു വിധത്തിലുള്ള ആശങ്കയും പങ്കുവയ്ക്കാതെ ഈ അവാർഡ് പരിപാടി മുന്നോട്ട് കൊണ്ടുപോയാണ് ഈ പരിപാടി പൂർത്തിയാക്കിയതെന്നത് എടുത്തു പറയേണ്ടതാണ്. ഇവിടെ സംഭവിച്ച അപകടത്തിൻ്റെ ആ ഒരു ആഘാതം മനസ്സിലാകണമെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ബാരിക്കേഡുകളുണ്ട്, ഇരുമ്പ് കമ്പിയുണ്ട്, സ്റ്റീൽ കമ്പിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പരിപാടി കാണാനെത്തുന്നവർക്ക് ഒരു സുരക്ഷാ പ്രശ്നവുമില്ലാതെ ഇരുന്ന് കാണുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യാം. പക്ഷേ ആ സ്റ്റേജിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ആ സ്റ്റേജ് കെട്ടിയത് ഈ ബാരിക്കേഡുള്ള ഇരുമ്പ് കമ്പി ഉള്ളതിനേക്കാൾ ഉയരത്തിലാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ സ്റ്റേജിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. ഇതാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഇവിടെ ISL മത്സരമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ആളുകൾ ഇരിക്കുന്നു, സുരക്ഷിതമായി അവർക്ക് കമ്പികളുണ്ട്.
ഈ കമ്പിയിൽ നിന്ന് ഉയരത്തിലാണ് അവർ നേരത്തെ അവകാശപ്പെട്ട 2 അടി ഉയരമെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ഉയരത്തിലാണ് സ്റ്റേജ് ക്രമീകരിച്ചത്. അവിടെ യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഒരു ബാരിക്കേഡില്ല. അവർ പറഞ്ഞു മീഡിയയ്ക്ക് ഏർപ്പെടുത്തിയ സ്ഥലത്തും ഇതേപോലെ യാതൊരു ക്രമീകരണവും ഇല്ലല്ലോ എന്നുള്ള മറു ചോദ്യമൊക്കെ അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് സ്റ്റേജ് ക്രമീകരിച്ചത്. ഒരു നിര കസേര, ആ കസേരയുടെ ദൃശ്യങ്ങൾ കൂടി കാണാമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു നിര കസേര ഇട്ടിട്ടുണ്ട്. പക്ഷേ അപകടം നടന്നപ്പോൾ ഇവിടെ ഒരു നിര കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത് ഒരു നിര കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കസേരയിൽ നിന്ന് ഒരാൾ ഇരുന്നാൽ ഒന്ന് എണീറ്റാൽ നേരെ ഇത്രയും താഴേക്ക് വീഴുന്ന തരത്തിലാണ് ഈ കസേരകൾ ക്രമീകരിച്ചത് എന്നത് തന്നെ ഇതിൻ്റെ ഒരു സുരക്ഷാ വീഴ്ച എടുത്തു പറയാം. ഈ അപകടം ഉമാ തോമസ് MLA താഴേക്ക് വീണതിന് ശേഷം ഈ ആദ്യ നിരയിൽ, അതായത് ഇത്രയും ചേർന്ന് ആദ്യത്തെ നിര കസേര ഇട്ടു. ആ കസേരയുടെ നിര തന്നെ അവരെടുത്ത് മാറ്റി. അതിനു മുമ്പ് 2 നിരയിൽ കസേര ഇട്ടിട്ടുണ്ട്. അത് പുറകോട്ട് ഇറക്കി മാറ്റുകയാണ് സംഘാടകർ ചെയ്തത്. അതായത് ഒരു റിബൺ മാത്രമാണ് ഇത്രയും ഉയരം, അവർ പറയുന്ന താഴേക്ക് നോക്കിയാൽ അറിയാം, ഇത്രയും ഉയരത്തിൽ ഒരു സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയത് ഒരു റിബൺ മാത്രമാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തേക്കാണ് MLA വീണത്. ഈ സ്റ്റീൽ കമ്പിയും റിബണും സഹിതം അവർ താഴേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് നല്ല ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ചോര വാർന്നാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ഇതിൻ്റെ ഒരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. സാധാരണ നടക്കുന്നതാണല്ലോ എന്നൊക്കെ സംഘാടകർ ചോദിക്കുന്നത് വളരെ ബാലിഷ്യമായ ചോദ്യങ്ങളാണ്. കാരണം ISL നടക്കുമ്പോൾ കൃത്യമായി ഇരുമ്പ് ബാരിക്കേഡ് ഉള്ള സ്ഥലത്താണ് നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഈ പരിപാടിയിൽ ഇത്രയും അധികം മന്ത്രി, MP, MLA, ADGP, മറ്റു വിശിഷ്ടാതിഥികളടക്കം ഒരുപാട് പേരുണ്ട്. 1-2 പേർക്ക് ഇരിക്കാനുള്ള ക്രമീകരണമല്ല അത്. അത്രയും ആളുകൾ ഇരിക്കാൻ അവർ ക്രമീകരിച്ചത് ഈ കാണുന്നത് പോലെ കസേര വളരെ അടുത്ത് ഏതാണ്ട് ഈ രീതിയിൽ കസേര ഇട്ടു എന്നതാണ് സംഘാടകർ പറയുന്നത്. ഉമാ തോമസ് MLA വന്ന് ഇവിടെ ഇരുന്ന് തൊട്ടപ്പുറത്തേക്ക് നടന്നപ്പോഴേക്കും ബാലൻസ് തെറ്റി അവർ സുരക്ഷയ്ക്കായി ആ റിബണിൽ പിടിച്ചു. ആ സ്റ്റീൽ കമ്പി അടക്കം റിബൺ സഹിതം MLA ഇത്രയും അടി താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതിഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്ന് പറയാം. കാരണം മന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നേരത്തെ പോലീസ് എത്തി ക്രമീകരണം അടക്കം നോക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നതറിയില്ല. സംഘാടകർ പറയുന്നത് ഈ സ്റ്റേജിന് താഴെ നിലവിളക്ക് കൊളുത്തി അതിനുശേഷം അവാർഡ് വിതരണം ചെയ്യാൻ സ്റ്റേജിന് മുകളിലേക്ക് വരിക എന്നതായിരുന്നു ലക്ഷ്യമിട്ടതെന്നതാണ്. അവസാന ഘട്ടത്തിൽ നിലവിളക്ക് നിലത്ത് വെക്കുന്നത് ശരിയല്ലെന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിങ്ങോട്ട് മാറ്റിയതാണ്. പക്ഷേ അങ്ങനെ മാറ്റുമ്പോഴും ഇതിൻ്റെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സംഘാടകരുടെ ചുമതലയാണ്. ഇവിടെ അതുണ്ടായില്ല എന്നത് ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം കാണുമ്പോൾ മനസ്സിലാകും. ഒരുപാട് ആളുകൾ നിന്ന സ്റ്റേജാണ്. ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു വീഴ്ച ഉണ്ടായതിനെ കുറിച്ച് നേരത്തെ DCP അടക്കം ഇവിടെ എത്തി സമയം എങ്ങനെയായിരുന്നു?